നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് നീതി ആയോഗ് ആണ് കേട്ടോ. ഹോട്ട് ടോപ്പിക് ആയിട്ട് എടുത്തിരിക്കുന്നത് നീതി ആയോഗ് ആണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീതി ആയോഗ്. അത് ഓരോ എക്സാമിന്റെയും ആ ലെവല് മാറുന്നതിനനുസരിച്ചിട്ട് ടഫ്നെസ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കാം. അപ്പൊ നീതി ആയോഗിനെ പറ്റിയിട്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് അറിയാം അല്ലെ. എന്താണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്നും, എന്താണ് അതിന്റെ പോളിസി എന്നും, എങ്ങനെയാണ് അത് നടപ്പിലാക്കിയത് എന്നും, അതായത് ആസൂത്രണ കമ്മീഷന് പകരം വന്നതാണെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് നോക്കിയിട്ടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ഓടിച്ചിട്ടൊന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു പോയിന്റ് ആദ്യം പറഞ്ഞു തുടങ്ങുകയാണ്. 2015 ജനുവരി മാസം, അതായത് ജനുവരി 1 മുതൽ നിലവിൽ വന്ന സമിതിയാണ് നീതി ആയോഗ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അല്ലെ. 2015 ജനുവരി 1 ഈ നീതി ആയോഗ് നിലവിൽ വന്നത്. ഫുൾ നെയിം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അഥവാ നീതി ആയോഗ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യൻ സർക്കാരിന്റെ വിദഗ്ധ ഉപദേശക സമിതിയാണ് എന്തെന്ന് പറയുന്നത്? നീതി ആയോഗ്. എന്താണ്? ഉപദേശക സമിതിയാണ്. ഉപദേശക സമിതി. അതായത് എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ ഇന്ത്യൻ സർക്കാരിനെ ഉപദേശിക്കുന്ന ഒരു സമിതിയുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? നീതി ആയോഗ്. വെറും ഉപദേശക സമിതിയല്ല, വിദഗ്ധ ഉപദേശക സമിതിയാണ്. പ്രധാനമന്ത്രിയും എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങുന്നതാണ് ഈ സമിതി. അതും നമുക്കറിയാം. ചെയർമാൻ ആരാണ്? ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ പ്രൈം മിനിസ്റ്റർ പ്ലസ് എല്ലാ സ്റ്റേറ്റ്, അതായത് ഓരോ സംസ്ഥാനങ്ങളിലെയും ചീഫ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ലഫ്റ്റനന്റ് ഗവർണേഴ്സ്, എവിടുത്തെ? കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ, ഇവരെല്ലാം കൂടെ ചേരുന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ആണല്ലോ. അടുത്തത് ഇൻഡിപെൻഡന്റ് ഇവല്യൂഷൻ ഓഫീസ് DG ആയ അജയ് ജിബ്ബറുടെ ശുപാർശ പ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷന് പകരം ആസൂത്രണ കമ്മീഷൻ, അതായത് ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് വന്നത്. ആ പേര് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇൻഡിപെൻഡന്റ് ഇവല്യൂഷൻ ഓഫീസ് DG അജയ് ജിബ്ബർ കേട്ടോ. അജയ് ജിബ്ബറുടെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ ശുപാർശ പ്രകാരമാണ് നമ്മുടെ ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സമിതി നിലവിൽ വരുന്നത്. ഓക്കെ. അങ്ങനെ 2015 ജനുവരി 1 വന്നതെന്ന് പറഞ്ഞു. 2015 ഫെബ്രുവരി 8 2015 ഫെബ്രുവരി 8 നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ടീം ഇന്ത്യ എന്നാണ്. ഇതൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ ഹോട്ട് ടോപ്പിക് ആയതുകൊണ്ട് പറയുകയാണ്. 2015 ഫെബ്രുവരി 8 ഇതിന്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് പോലെ നടക്കുന്ന സമ്മേളനം. ഈ ആദ്യ സമ്മേളനത്തെ അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നാണ്. ഓക്കെ. അപ്പം ഒന്നുകൂടെ പറയാം നമുക്ക്. 2015 ജനുവരി 1 നിലവിൽ വന്നു. ഇന്ത്യയുടെ വിദഗ്ധ ഉപദേശക സമിതിയാണിത്. ഇത് ആരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആരുടെ ശുപാർശ പ്രകാരം? അജയ് ജിബ്ബറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് വന്നത്. അതുപോലെ ചെയർമാൻ ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ, സ്റ്റേറ്റുകളിലെ എല്ലാം തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ്, ലഫ്റ്റനന്റ് ഗവർണർ, എവിടുത്തെ? യൂണിയൻ ടെറിട്ടറിയിലെ, ഇവരൊക്കെ ഇതിനകത്തെ അംഗങ്ങളാണ്. ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ് അറിയപ്പെടുന്ന പേര് ടീം ഇന്ത്യ എന്നാണ്. ഓക്കെ. അതുപോലെ ആസൂത്രണ കമ്മീഷനെ അപേക്ഷിച്ചിട്ട് നമുക്കറിയാം കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഒരു ഘടനയാണ് നീതി ആയോഗിൻ്റെത് അല്ലെ. ആസൂത്രണ കമ്മീഷൻ പോലെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ്, പക്ഷെ കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഒരു ഘടനയാണ് നീതി ആയോഗിനുള്ളത്. ഇതിൽ ഒരു മേഖലയിലെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളുടെ പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ നിശ്ചിത കാലത്തേക്ക് പ്രവർത്തിക്കുന്ന മേഖലാ സമിതികൾ രൂപവത്കരിച്ചിരുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതില് ഒരു മേഖലയിലെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളുടെ പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഒരു മേഖലയിലെ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളുടെ പ്രത്യേക വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് ഒരു നിശ്ചിത കാലത്തേക്ക് പ്രവർത്തിക്കുന്ന മേഖലാ സമിതികൾ രൂപീകരിച്ചിരുന്നു. കൂടാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒന്നിച്ചു ചേരാനും ദേശീയ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കാനുമുള്ള ഒരു പൊതുവേദിയാണ് എന്തെന്ന് പറയുന്നത്? നീതി ആയോഗ്. അപ്പൊ ഒരു മേഖല കേന്ദ്രീകരിച്ചിട്ട് എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞത്? ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളുടെ പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ സമയത്തേക്ക് എന്ത് കാണും? കൈകാര്യം ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ സമയത്തേക്ക് ഒരു മേഖലാ സമിതികൾ രൂപവൽക്കരിക്കാറുണ്ട്. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒന്നിച്ചു ചേർന്നിട്ട് ദേശീയ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കാനുള്ള ഒരു പൊതുവേദിയായിട്ടും എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? നീതി ആയോഗ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ടോപ്പിക്കും ഈ കൂട്ടത്തിൽ നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഓർത്തു വെച്ചിരിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് സ്ഥിരമായിട്ട് പറയുന്നതാണ്, എങ്കിലും വേഗത്തിൽ ഒന്ന് ഞാൻ പറയാം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് ആണ്
ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. വിശ്വേശ്വരയ്യയാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് അല്ലെ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ടല്ലോ, അതേതാ? പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. ഇതും സ്ഥിരം ചോദ്യമാണ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തതാണ്, എങ്കിലും ഒന്ന് ഓടിച്ചിട്ട് പറയാണ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ വിശ്വേശ്വരയ്യയുടെ ആണ്. 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി സ്ഥാപിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ. 1938 എന്ത് സ്റ്റാർട്ട് ചെയ്തെന്നാ പറഞ്ഞത്? ദേശീയ ആസൂത്രണ കമ്മിറ്റി. സമിതിയല്ല, കമ്മിറ്റി. സ്ഥാപിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അതിന്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. ശേഷം 1944 ആരാണ്? ബോംബെ പ്ലാൻ അല്ലെ. ബോംബെ പ്ലാൻ നമുക്കറിയാം. അത് ബോംബെ പ്ലാൻ അത് പ്രധാനമായിട്ടുള്ള കുറച്ച് വ്യവസായികൾ ആരൊക്കെയായിരുന്നു? ആർ ദേശീർ ദലാൽ, ജോൺ മത്തായി, മലയാളിയുടെ പേര് എപ്പോഴും ചോദിക്കാറുണ്ട്, ജോൺ മത്തായി, JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർദാസ്, ലാല ശ്രീറാം, കസ്തൂർബായ് ലാൽഭായ്, AD ഷോഫ് എന്നിങ്ങനെ 8 വ്യവസായികൾ ചേർന്ന് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായി മുന്നോട്ട് വെച്ച പദ്ധതിയായിരുന്നു ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. അത് 1944 അതിനുശേഷം 1950 മാർച്ച് 15 എന്ത് വന്നു? അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു. ഇതും സ്ഥിരം ചോദ്യമാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ചോദിക്കാറുണ്ട്. 1950 മാർച്ച് 15. ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് സാമ്പത്തിക ആസൂത്രണത്തിനായി കൊണ്ടുവന്ന പദ്ധതി എന്താണ്? പഞ്ചവത്സര പദ്ധതിയാണ്. അങ്ങനെ 1951 മുതൽ 2017 വരെ എത്ര പഞ്ചവത്സര പദ്ധതി? 12 പഞ്ചവത്സര പദ്ധതി, 12 5 ഇയർ പ്ലാൻ വന്നു. ഏകദേശം 1965 ആയപ്പോൾ ഒരു കാര്യം കൂടെ വന്നു. എന്താ അത്? 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നു. കൗൺസിൽ, നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് 1965 1967 ഒരു കാര്യം നടന്നു. എന്താ? കേരള ആസൂത്രണ കമ്മീഷൻ. കേരള ആസൂത്രണ കമ്മീഷൻ ഇതും സ്ഥിരം ചോദിക്കാൻ സാധ്യതയുണ്ട്. 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ വന്നു. 1967 കേരള ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിരുന്നു EMS. ഓക്കെ, ആ സമയത്ത് EMS ആയിരുന്നു മുഖ്യമന്ത്രി. സോ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ, അന്നത്തെ ചെയർമാൻ എന്ന് പറയുന്നത് EMS ആയിരുന്നു. അങ്ങനെ 1997 9ാം പഞ്ചവത്സര പദ്ധതിയോടുകൂടി കേന്ദ്രീകൃത ആസൂത്രണം വികേന്ദ്രീകൃത ആസൂത്രണമായിട്ട് മാറി അല്ലെ. അതായത് സെൻട്രലൈസേഷൻ എന്നുള്ളത് ഡീസെൻട്രലൈസേഷൻ ആയത് ഏത് പദ്ധതി പ്രകാരം? 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 9ാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഏകദേശം 1997 കേന്ദ്രീകൃത ആസൂത്രണം, അതായത് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷനിലേക്ക് പോകുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഓർത്ത് വെച്ചേക്ക 52 കാര്യം, അത് പറയാൻ വിട്ടുപോയി. 52 ഓഗസ്റ്റ് മാസം 6 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അത് നിലവിൽ വന്നു. അതും സ്ഥിരം ചോദ്യമാണ്. ഡെവലപ്മെന്റ് കൗൺസിൽ NDC നിലവിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി നമുക്ക് ബാക്കി നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സർക്കാരിന്റെ വിവിധ പരിപാടികളെയും നയങ്ങളെയും കുറിച്ച് ഇൻപുട്ടുകൾ നൽകുന്ന ഇന്ത്യൻ ഗവൺമെന്റ് പോളിസി തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ് അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്നത്. വിദഗ്ധോപദേശ സമിതിയാണ് നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണ് അംഗങ്ങളെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് താഴെ പറയാം. എങ്കിലും ഒറ്റ നോട്ടത്തിൽ ആരൊക്കെയാണ്? നമ്മുടെ പ്രധാനമന്ത്രി, മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര്, ലഫ്റ്റനന്റ് ഗവർണർമാരൊക്കെ ഉൾപ്പെടുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ആസൂത്രണ കമ്മീഷന് പകരമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലക്ഷ്യങ്ങളാണ്. ലക്ഷ്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യത്തെയും അതുപോലെ ജനങ്ങളെയും സേവിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു പൊതുവേദി നൽകിക്കൊണ്ട് സഹകരണ ഫെഡറലിസം വളർത്തുക. അപ്പൊ രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കുക എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളുടെയും രാജ്യത്തിന്റെ മൊത്തം കടമയാണ്. അപ്പൊ ഇവർക്ക് സംസ്ഥാനങ്ങൾക്കെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഒരു പൊതുവേദി നൽകിക്കൊണ്ട് സഹകരണ ഫെഡറലിസം വളർത്തുക എന്നത് ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. ശക്തമായ സംസ്ഥാനങ്ങളാണ് ശക്തമായ രാജ്യം സൃഷ്ടിക്കുന്നതെന്ന് നീതി ആയോഗ് തിരിച്ചറിയുന്നു. ഓരോ സംസ്ഥാനങ്ങളും ചേർന്നിട്ടാണ് ശക്തമായ രാജ്യം സൃഷ്ടിക്കുന്നതെന്ന് അറിയുന്നു. അതുപോലെ സാമ്പത്തിക വളർച്ചയും പുരോഗതിയും കൊണ്ട് അടിസ്ഥാനപരമായ പ്രയോജനം ലഭിക്കാത്ത മേഖലകളിലും
ഗ്രാമതലത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പൊ സാമ്പത്തിക വളർച്ചയും പുരോഗതിയും കൊണ്ട് അടിസ്ഥാനപരമായ പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിന് കുറച്ച് മേഖലകൾ കാണും. വളർച്ചയുണ്ട്, പുരോഗതിയുണ്ട്, പക്ഷെ ഇപ്പോഴും എന്താണ് വലിയ പ്രയോജനമൊന്നും കിട്ടാത്ത കുറച്ച് മേഖലകൾ കാണും. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഉന്നമനത്തിനായി രൂപീകരിക്കുന്ന നയങ്ങൾക്കും പരിപാടികൾക്കുമുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ദേശീയ വികസനത്തിന് മുൻഗണന നൽകുക. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ഉന്നമനത്തിനായി രൂപീകരിക്കുന്ന നയങ്ങൾ, അതാണല്ലോ ഇവരുടെ ലക്ഷ്യം. പുതിയ നയങ്ങൾ, പ്ലാനുകൾ കൊണ്ടുവരിക, പ്രോഗ്രാംസ് കൊണ്ടുവരിക. അതിനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ദേശീയ വികസനമാണ് ഇവർ മുൻഗണന നൽകുന്നത്. അതുപോലെ ഗ്രാമതലത്തില് ഓർത്തു വെച്ചേക്ക, ഗ്രാമതലത്തില് പുരോഗമനപരമായ പദ്ധതികൾ വികസിപ്പിച്ചെടുക്കുകയും ഉന്നത ഗവൺമെന്റ് തലത്തിൽ അവ ആശയവിനിമയം ചെയ്യുകയും ചെയ്യാം. ഗ്രാമതലത്തിൽ പുരോഗമനപരമായിട്ട് അതായത് ഏറ്റവും ബേസിക് ആയിട്ട് പുരോഗമനപരമായ പദ്ധതികൾ വികസിപ്പിക്കുക. എന്നിട്ട് അതിന്റെ ചർച്ച എവിടെ കൊണ്ടുവരിക? ഉന്നത ഗവൺമെന്റ് തലത്തിൽ അത് കമ്മ്യൂണിക്കേഷൻ നടത്തുക ഇവരൊക്കെ തമ്മിൽ. അതുപോലെ ഇന്റർ സെക്ടറൽ, ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പൊതു പ്ലാറ്റ്ഫോം. ഇന്റർ സെക്ടറൽ എന്ന് പറയുമ്പോൾ എന്താണ്? പല സെക്ടറുകളുണ്ട് രാജ്യത്ത്, അവര് തമ്മിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു പൊതു പ്ലാറ്റ്ഫോം നൽകുന്നതിനായിട്ട് നീതി ആയോഗ് ശ്രദ്ധിക്കുന്നു. അതുപോലെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഉപദേശം നൽകാനും പ്രധാന പങ്കാളികളും ദേശീയ അന്തർദേശീയ ചിന്താ ടാങ്ക് മീൻസ് എന്താണ്? തിങ്ക് ടാങ്കുകൾ തമ്മിലുള്ള പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആര് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്? നീതി ആയോഗ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പൊ ഉപദേശിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത സർക്കാർ നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നതിന് നിരീക്ഷിക്കുന്നതിന് വിലയിരുത്തും. സർക്കാർ നടത്തുന്ന നയങ്ങള് പരിപാടികളൊക്കെ നടപ്പിലാക്കുന്നത് ഇവരെന്ത് ചെയ്യും? നിരീക്ഷിക്കും. അത് വിലയിരുത്തുകയും ചെയ്യും. നല്ലതാണോ ചീത്തയാണോ, എത്ര ശതമാനം നല്ലതാണോ എന്നൊക്കെ. അതിൽ പുതിയ നയങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതിക നവീകരണത്തിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പുതിയ പദ്ധതികളൊക്കെ വരുന്ന സമയത്ത് സാങ്കേതിക നവീകരണം, ടെക്നോളജി കുറച്ചുകൂടെ നവീകരിക്കുന്നതിലും അതിന് ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദേശീയ വികസന അജണ്ടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കണം. ഇനി അടുത്ത സ്ഥിരമായിട്ട് ചോദിക്കാൻ പോകുന്നത് 7 പില്ലറുകളുണ്ട്. എന്താണ്? 7 പില്ലേഴ്സ് ഓഫ് എഫക്റ്റീവ് ഗവേണൻസ് എൻവിസേജ്ഡ് ബൈ നീതി ആയോഗ് എന്ന് പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട 7 തൂണുകൾ ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കും. നിങ്ങൾക്ക് ഇത് ഓർത്തു വെക്കാൻ പ്രയാസം, ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറയാം. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളീകരിച്ച് പറയാം. പ്രോ പീപ്പിൾ, പ്രോ ആക്ടിവിറ്റി, പാർട്ടിസിപ്പേഷൻ. പ്രോ പീപ്പിൾ, പ്രോ ആക്ടിവിറ്റി, പാർട്ടിസിപ്പേഷൻ, എംപവറിങ്, ഇൻക്ലൂഷൻ ഓഫ് ഓൾ, ഇക്വാളിറ്റി, ട്രാൻസ്പെറൻസി. ഇത്രയാണ് പറയുന്നത്. പ്രോ പീപ്പിൾ, ഇറ്റ് ഫുൾഫിൽ ദ ആസ്പിറേഷൻസ് ഓഫ് സൊസൈറ്റി ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽ. അതായത് സാമൂഹികവും വ്യക്തിപരമായ അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ജനപക്ഷ ഓറിയന്റേഷൻ. സൊസൈറ്റിയെ, അതായത് ഓരോ ഇൻഡിവിജ്വൽസിനെയും സമൂഹത്തെ മൊത്തത്തില് എന്ത് ചെയ്യും? തൃപ്തിപ്പെടുത്തുന്ന ഓറിയന്റേഷൻ, ജനപക്ഷ ഓറിയന്റേഷൻ കൊണ്ടുവരിക അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്. പ്രോ ആക്ടിവിറ്റി, ഇൻ ആന്റിസിപ്പേഷൻ ഓഫ് ആൻഡ് റെസ്പോൺസ് ടു സിറ്റിസൺ നീഡ്സ്. പൗരന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ അനുകൂലമായി പ്രവർത്തിക്കുക. പാർട്ടിസിപ്പേഷൻ, പൗരന്മാരെ പങ്കെടുപ്പിക്കുക. ഇൻവോൾവ്മെന്റ് ഓഫ് സിറ്റിസണറി. എംപവറിങ് നടക്കുക. എംപവറിങ് എസ്പെഷ്യലി വുമൺ ഇൻ ഓൾ ആസ്പെക്ട്സ്. ശാക്തീകരണം, ആരെ? പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശാക്തീകരണമാണ് ലക്ഷ്യം. അതുപോലെ ഇൻക്ലൂഷൻ ഓഫ് ഓൾ, ഇൻക്ലൂഷൻ ഓഫ് ഓൾ പീപ്പിൾ റെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് ജെൻഡർ. ജാതിയോ മതമോ ലിംഗഭേദമോ ഒന്നും പരിഗണിക്കാതെ എല്ലാ വ്യക്തികളെയും ഇൻക്ലൂഡ് ചെയ്യുക. ഇക്വാലിറ്റി, പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ എസ്പെഷ്യലി ഫോർ യൂത്ത്. തുല്യ അവസരങ്ങൾ, പ്രത്യേകിച്ച് യൂത്തിന് തുല്യ അവസരം പ്രൊവൈഡ് ചെയ്യുക. ഏറ്റവും അവസാനം ട്രാൻസ്പെറൻസി, അതായത് സർക്കാരിന് ഉത്തരവാദിത്തമുള്ളതും പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യുന്ന രീതിയിലുള്ളതുമായിരിക്കണം സർക്കാർ. അതാണ് അടുത്ത തൂണെന്ന് പറയുന്നത്. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് കണ്ണിൽ കാണാൻ പറ്റണം, സുതാര്യത ഉണ്ടായിരിക്കണം. അതുപോലെ സർക്കാരിന് നമുക്ക് ആക്സസബിൾ ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും സമീപിക്കണമെങ്കിൽ സർക്കാർ നമുക്ക് ആക്സസബിൾ ആയിരിക്കണം. ഇത്രയുമാണ് 7 പില്ലേഴ്സ് എന്ന് പറയുന്നത്. പ്രോ പീപ്പിൾ, പ്രോ ആക്ടിവിറ്റി, പാർട്ടിസിപ്പേഷൻ, എംപവറിങ്, ഇൻക്ലൂഷൻ ഓഫ് ഓൾ, ഇക്വാലിറ്റി, ട്രാൻസ്പെറൻസി. അടുത്തത് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട് കേട്ടോ. അതായത് 2020 റിപ്പോർട്ട് പ്രകാരം എന്താണ്, 2022-23 റിപ്പോർട്ട് പ്രകാരം എന്താണ്, ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കണം. അതിനു മുൻപായിട്ട് ഒരു കാര്യം, അല്ല വേണ്ട, ഇത് പറഞ്ഞിട്ട് പറയാം. 2019-20 റിപ്പോർട്ട് അതിന്റെ നേട്ടങ്ങൾ എടുത്തു കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ പങ്കാളിത്തത്തോടെയുള്ള
മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ പോളിസി പ്രോഗ്രാം 2019 സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 31 വരെ നടക്കുന്ന ആദ്യഘട്ടത്തിൽ ഭക്ഷ്യ കാർഷിക നയങ്ങൾ വിലയിരുത്താനും പരിഷ്കരിക്കാനും ഒക്കെ പ്രോഗ്രാം ലക്ഷ്യമിട്ടിരുന്ന ഒന്നാണ്. എന്താണ് UN പങ്കെടുക്കാൻ പോവുകയായിരുന്നു അവരെന്ന്. UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ പങ്കാളിത്തത്തോടു കൂടിയുള്ള മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ പോളിസി പ്രോഗ്രാം ഏകദേശം 2019 സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 31 വരെ നടന്നിരുന്നു. അതിനകത്ത് ഭക്ഷ്യ കാർഷിക നയങ്ങൾ വിലയിരുത്താനും പരിഷ്കരിക്കാനും ഉള്ള ഒരു പ്രോഗ്രാം ലക്ഷ്യമിട്ടിരുന്നു. ഇതിന്റെ രണ്ടാം ഘട്ടം 2020 ജനുവരി 1 മുതൽ 21 ഡിസംബർ 31 വരെ ആസൂത്രണം ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ പങ്കാളിത്തത്തോടു കൂടിയുള്ള മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ പോളിസി പ്രോഗ്രാം 2 ഘട്ടമായിട്ട് നടന്നു. 2019 സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 31 വരെയും ജനുവരി 1 മുതൽ 2021 ഡിസംബർ 31 വരെയും 20 മുതൽ 21 ഡിസംബർ 31 വരെയും 2 ഘട്ടത്തിൽ നമ്മൾ പങ്കെടുത്തു നീതി ആയോഗ്. അതുപോലെ നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിന്റെ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗിന്റെ പ്രോത്സാഹനവും പരിപാടിയും പരമ്പരാഗത് കൃഷി വികാസ് യോജനയ്ക്ക് അഥവാ PKVY കീഴില് ഭാരതീയ പ്രകൃതി കൃഷി സമ്പ്രദായമായി അവതരിപ്പിച്ചിരുന്നു. ഇത് ചോദിക്കും കേട്ടോ, സീറോ ബജറ്റിനെ പറ്റി ചോദിക്കും. നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിന്റെ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗിന്റെ പ്രോത്സാഹനവും പരിപാടിയും ഏതിന്റെ പേരിലാണ്? പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ കീഴിൽ ഭാരതീയ പ്രകൃതി കൃഷി സമ്പ്രദായം ആയി അവതരിപ്പിച്ചിരുന്നു. അത് പാസ്റ്റ് ആണ് കേട്ടോ, നടന്ന കാര്യമാണ്. അതുപോലെ ഗ്രാമ സംഭരണ പദ്ധതിയുടെ ആശയവും 2021 കേന്ദ്ര ബജറ്റിലെ ധന്യ ലക്ഷ്മി ഗ്രാമ സംഭരണ പദ്ധതിയുടെ നിർദ്ദേശവും വന്നെങ്കിലും ഇത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതത്ര ഇമ്പോർട്ടന്റ് അല്ല, നോക്കിയില്ലെങ്കിലും സാരമില്ല. പക്ഷെ ഈ സീറോ ബജറ്റ് ഒന്ന് നോക്കാം. അതുപോലെ ഈ ഒരു UN അതും ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ നീതി ആയോഗിന്റെ അച്ചീവ്മെന്റ്സ് 2023 പറയുന്നത്, പ്രധാനമായിട്ടും പറയുന്നത് നീതി ആയോഗ് അഗ്രികൾച്ചറൽ വെർട്ടിക്കൽ ഇൻ നീതി ആയോഗ് ഓർഗനൈസ്ഡ് എ നാഷണൽ ലെവൽ വർക്ക്ഷോപ്പ്. അഗ്രികൾച്ചറൽ വെർട്ടിക്കല് നമുക്കറിയാം നീതി ആയോഗിന് പല ബ്രാഞ്ചസ് ഉണ്ട്. അതിനകത്ത് അഗ്രികൾച്ചറൽ വെർട്ടിക്കല് ഒരു നാഷണൽ ലെവൽ വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്തു. അതിന്റെ പേരാണ് ഇന്നവേറ്റീവ് അഗ്രികൾച്ചർ. എന്നായിരുന്നു? ഏപ്രിൽ 25, 2022 ആസ് എ പാർട്ട് ഓഫ് ആസാദി കാ അമൃത് മഹോത്സവ് ഇൻ വിഗ്യാൻ ഭവൻ ന്യൂഡൽഹി. പഠിച്ചു വെക്കണേ. 2022 ഏപ്രിൽ 25 അഗ്രികൾച്ചർ വെർട്ടിക്കൽ, നീതി ആയോഗിന്റെ അഗ്രികൾച്ചർ വെർട്ടിക്കല് ഒരു നാഷണൽ ലെവൽ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിരുന്നു. ഇന്നവേറ്റീവ് അഗ്രികൾച്ചർ എന്നായിരുന്നു പേര്. എന്തിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു? ആസാദി കാ അമൃത് മഹോത്സവിന്റെ അണ്ടറിലാണ് ഈ പരിപാടി നടന്നത്. എവിടെയാണ് നടന്നത്? ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിലാണ് നടന്നത്. മോർ ദാൻ 1250 പാർട്ടിസിപ്പൻസ് ഫ്രം സെൻട്രൽ മിനിസ്ട്രി, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇൻഡസ്ട്രി, ഫാർമേഴ്സ്, അക്കാഡമിക് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ, കൃഷി വിജ്ഞാൻ കേന്ദ്രാസ്, NGOs ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ജോയിൻ ദി വർക്ക്ഷോപ്പ്. ആരൊക്കെ പങ്കെടുത്തു? ഏകദേശം 1250ഓളം ആൾക്കാർ ഇതിനകത്ത് പങ്കെടുത്തു. സെൻട്രൽ മിനിസ്ട്രിയിൽ നിന്നും, സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും, ഇൻഡസ്ട്രികളിൽ നിന്നും ഫാർമേഴ്സ് പങ്കെടുത്തവരുണ്ട്, അക്കാഡമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ നിന്നുണ്ട്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻകാർ പങ്കെടുത്തു, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എല്ലാം ഇതിനകത്ത് പങ്കെടുത്തിരുന്നു. ഇത് യൂട്യൂബിൽ ലൈവായിട്ട് സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ 2022 ഈ ഒരു വർക്ക്ഷോപ്പ്. അതുപോലെ നീതി ആയോഗ് ഓർഗനൈസ്ഡ് 3-week ലോങ് വിർച്വൽ ഫിൻടെക് സബ്മിറ്റ്, ഫിൻടെക് ഓപ്പൺ എന്നായിരുന്നു ഇതിന്റെ പേര്. ഏകദേശം 2022 ഫെബ്രുവരി 7 തൊട്ട് 28 വരെ, കഴിഞ്ഞ വർഷം 3-week ലോങ് വിർച്വൽ ഫിൻടെക് സബ്മിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരെന്താണ്? ഫിൻടെക് ഓപ്പൺ എന്നായിരുന്നു പേര്. FinTech Open brought together regulators, FinTech professionals and enthusiasts, industrial leaders, startup community and developers for collaboration, idea exchange and innovation. എന്തിനായി നടത്തിയത്? പല തരത്തിലുള്ള പ്രൊഫഷണൽസ്, അതുപോലെ ഇൻഡസ്ട്രി ലീഡേഴ്സിനെ വിളിച്ചു, സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയെ വിളിച്ചു, ഡെവലപ്പേഴ്സിനെയും കൊളാബറേഷൻകാരെയും ഐഡിയ എക്സ്ചേഞ്ചിനും ഇന്നോവേഷനും ഒക്കെ. അതായത് ഇവര് പുതിയ പുതിയ സ്റ്റാർട്ടപ്പിനെ പറ്റി സംസാരിക്കാനും എന്തൊക്കെ ഇന്നോവേഷൻസ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിൻടെക് ഓപ്പൺ എന്ന് പറയുന്ന ഒരു സംഭവം ഇവര് 3 week ഒരു വെർച്വൽ ഫിൻടെക് സബ്മിറ്റ് ആയിരുന്നു, ഓൺലൈൻ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അതും പഠിച്ചു വെച്ചേക്കാം. ഇതുപോലെ തന്നെ ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്, നിങ്ങളോട് ഉറപ്പായിട്ടും ഇപ്പൊ ലേറ്റസ്റ്റ് നടന്ന ഒരു എക്സാമിന് ചോദിച്ചതാണ്, സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് എക്സാമിന് ഈ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. 2022
2023 ഓർത്ത് വെച്ചേക്കുക, 2022-23 കാലത്തെ ലക്ഷ്യമാക്കി നീതി ആയോഗ് ഇന്ത്യക്ക് വേണ്ടി 2018 പുറത്തിറക്കിയ പദ്ധതിയായിരുന്നു ഈ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഈ കാലത്തെ അടിസ്ഥാനമാക്കിയിട്ട് കേട്ടോ. സാമ്പത്തിക വളർച്ച ഏകദേശം 9 to 10%. സാമ്പത്തിക വളർച്ച ഏകദേശം 9 to 10% ശതമാനമായിട്ട് ത്വരിതപ്പെടുത്തുക. അതുപോലെ 2022-23 രാജ്യത്തെ $4 ട്രില്യൺ, $4 ട്രില്യൺ ആണ്, ട്രില്യൺ ഡോളർ എക്കണോമി ആക്കി മാറ്റുക. UN സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുക. യുണൈറ്റഡ് നേഷന്റെ സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്ന ലക്ഷ്യങ്ങളോടെ പഞ്ചവത്സര പദ്ധതികൾക്ക് പകരമായിട്ടാണ് ഈ ഒരു ഡോക്യുമെന്റ് നീതി ആയോഗ് പുറത്തിറക്കിയത്. ഓക്കെ ആണല്ലോ. 2022-23 അടിസ്ഥാനമാക്കിയിട്ട് 2018 ഇറക്കിയ ഒരു ഡോക്യുമെന്റ് ആണിത്. ഇത് പ്രകാരം 9 to 10% എങ്കിലും സാമ്പത്തിക വളർച്ച ഇന്ത്യക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് കൊണ്ടുവരണം. 22-23 രാജ്യത്തെ $4 ട്രില്യൺ എക്കണോമി ആക്കണം. യുണൈറ്റഡ് നേഷന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കണം എന്നീ ലക്ഷ്യങ്ങളോടെ പഞ്ചവത്സര പദ്ധതിക്ക് പകരമായിട്ട് കൊണ്ടുവന്നൊരു ഡോക്യുമെന്റ് ആണിത്. ഇത് പുറത്തിറക്കിയ നീതി ആയോഗാണ്. തെരഞ്ഞെടുത്ത 41 നിർണായക മേഖലകളിലുടനീളം 2022-23 കാലത്ത് സമഗ്രമായി നടത്തേണ്ടുന്ന പ്രവർത്തന തന്ത്രങ്ങൾ ഈ രേഖ. ഏതാണ്? തെരഞ്ഞെടുത്ത ഏകദേശം 41 മേഖല കേട്ടോ, 41 മേഖലകള്, സെക്ടേഴ്സ് ആണ് ഇവര് പറയുന്നത്. ആ 41 സെക്ടേഴ്സിൽ 2022-23 കാലത്ത് സമഗ്രമായി നടത്തേണ്ടുന്ന എന്തൊക്കെ പ്രവർത്തന തന്ത്രങ്ങൾ വേണമെന്ന് ഈ ഡോക്യുമെന്റിനകത്ത് കൃത്യമായി നിർവചിച്ചിട്ടുണ്ടായിരുന്നു. ഈ മേഖലകൾ അതിനോടകം കൈവരിച്ച പുരോഗതി, അതിലെ പരിമിതി, 2022-23 വർഷത്തിൽ കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളൊക്കെ ഇതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പോയിന്റ്സ് എങ്കിലും ഇതിൽ നിന്നും നിങ്ങൾ ഓർത്തു വെച്ചേക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെച്ചിരിക്കേണ്ടതാണ് നീതി ആയോഗിന്റെ കോമ്പോസിഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രൈം മിനിസ്റ്റർ ആണ് ചെയർപേഴ്സൺ. അതുപോലെ ആരൊക്കെയുണ്ട്? ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് സംസ്ഥാനങ്ങളിലെ. അതുപോലെ യൂണിയൻ ടെറിട്ടറീസിലെ ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ റീജിയണൽ കൗൺസിൽ വിൽ ബി ക്രിയേറ്റഡ് ടു അഡ്രസ് പർട്ടിക്കുലർ ഇഷ്യൂ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അഫക്റ്റിംഗ് മോർ ദാൻ വൺ സ്റ്റേറ്റ്. There will be formed or for a fixed term. നമ്മൾ പറഞ്ഞു ഒരു റീജിയണൽ കൗൺസിൽ കാണുമെന്ന് പറഞ്ഞില്ലേ, ഓരോ മേഖലകളെയും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളെയും പ്രത്യേക മേഖലകളെ പഠിക്കാനും അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനും ഒക്കെ ഓരോ സ്റ്റേറ്റിൽ നിന്നും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളിൽ നിന്നും റീജിയണൽ കൗൺസിൽസ് കാണും. ഒരു ഫിക്സഡ് ടൈം ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അല്ലെ. അവര് സമ്മൺ ചെയ്യേണ്ടത് പ്രൈം മിനിസ്റ്ററുടെ അടുത്തായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. അതുപോലെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട്. ആരൊക്കെയാണ്? എമിനന്റ് എക്സ്പേർട്സുകൾ കാണും, സ്പെഷ്യലിസ്റ്റുകൾ കാണും. അതുപോലെ ഓരോ മേഖലകളിലും അറിവുള്ള എക്സ്പെർട്ടുകളെ അവർ ഇൻവൈറ്റ് ചെയ്യും, സ്പെഷ്യലിസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്യും, ഡൊമൈൻ നോളജ് ഉള്ളവരെ. അവരെ ആരാ ഇൻവൈറ്റ് ചെയ്യുന്നത്? പ്രധാനമന്ത്രി ആയിരിക്കും. അതുപോലെ ഫുൾ ടൈം ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക് വിൽ ഇൻക്ലൂഡ് ഇൻ അഡീഷൻ ടു ദ പ്രൈം മിനിസ്റ്റർ ആസ് ദി ചെയർപേഴ്സൺ. വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ മെമ്പേഴ്സ് ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്, പാർട്ട് ടൈം മെമ്പേഴ്സും ഉണ്ട്. ഇതിനകത്ത് പാർട്ട് ടൈം മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഒന്നും കൂടെ പറയാൻ മനസ്സിലായില്ലെങ്കിൽ, അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാര്, അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഇതിനകത്ത് അംഗങ്ങളായിരിക്കും. അതുപോലെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? വൈസ് പ്രസിഡന്റ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO എന്ന് പറയും അല്ലെ. CEO എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. 2 താൽക്കാലിക അംഗങ്ങൾ നമ്മൾ പറഞ്ഞു ഇപ്പൊ, അതായത് 2 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. 4 അനൌദ്യോഗിക മെമ്പർ. എക്സ് ഒഫീഷ്യോ മീൻസ് എന്താണ്? അനൌദ്യോഗികമായിട്ട് 4 അംഗങ്ങൾ കാണും. 4 അനൌദ്യോഗിക മീൻസ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് 4 പേര്. പ്രത്യേക ഇൻവൈറ്റീസ്, നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ സ്പെഷ്യൽ ഇൻവൈറ്റീസ്, പ്രത്യേക ക്ഷണിതാക്കൾ കാണും. അതുപോലെ പ്രധാന സർവകലാശാലയിലും ഗവേഷണ സ്ഥാപനങ്ങളും ഉള്ളവരെയൊക്കെ ആയിരിക്കും താൽക്കാലികമായിട്ട് നമ്മൾ എടുക്കുന്നത്. അതുപോലെ പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാര്, എന്താണ്? പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരായിരിക്കും ഈ അനൌദ്യോഗിക അംഗങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ഔദ്യോഗികം അല്ലാത്ത, അത് കേന്ദ്രമന്ത്രിമാരായിരിക്കും, പ്രധാനമന്ത്രി നിയോഗിക്കുന്നതായിരിക്കും. അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും ആര് തന്നെ? പ്രധാനമന്ത്രി തന്നെയാണ്. അതുപോലെ ക്ഷണിക്കുന്നത് ആരെയായിരിക്കും? നല്ല അറിവുള്ള, പല മേഖലകളിലും അറിവുള്ള ചീഫ് ഗസ്റ്റുകളെ ആയിരിക്കും ഇവര് ക്ഷണിക്കുന്നത്. ഇത്രയും ഒന്ന് ഓർത്തു വെച്ചേക്കുക. അതും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂട്ടത്തിൽ ഓർത്തു വെച്ചേക്കുക ഇവരുടെ ഡോക്യുമെന്റ്സിന്റെ കാര്യം കൂടെ നോക്കുക. 15-year വിഷൻ, 7-year സ്ട്രാറ്റജി, 3-year അജണ്ട. ഇത് 3 ഇവരുടെ ഡോക്യുമെന്റ്സ് ആണ്. ഇതിനകത്ത് ഈ 3-year അജണ്ട ഓൾറെഡി വന്നിട്ടുണ്ട്. 15-year വിഷനും 7-year സ്ട്രാറ്റജി വരാൻ പോകുകയാണ് കേട്ടോ.
അതായത് ഇത്ര വർഷത്തേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, വിഷനാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവർ റെഡി ആക്കൊണ്ടിരിക്കുക. 3 ഇയർ ആക്ഷൻ അജണ്ട ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കാം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അധികമായിട്ട് ഓർത്തു വെച്ചേക്കേണ്ടത് 1-2 കാര്യങ്ങൾ കൂടി ഉണ്ട്. ഒന്ന്, ഈ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നീതി ആയോഗിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ചിലപ്പോൾ ചോദിക്കാം. അതായത് നാഷണൽ, ഒന്ന് നോട്ട് ചെയ്യുക, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് നീതി ആയോഗിന്റെ അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയുമായി ചേർന്നും ലോകബാങ്കിന്റെ പിന്തുണയോടും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, കൃഷി മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചിട്ട് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു അല്ലെ, നീതി ആയോഗ് പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എഴുതിക്കോണം. UN നമ്മളിപ്പോ പറഞ്ഞില്ലേ, അതും ഓർത്തു വെച്ചേക്കാം. അതുപോലെ തന്നെ ലോകബാങ്കിന്റെ പിന്തുണയോടുകൂടി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, കൃഷി മന്ത്രാലയം ഇതൊക്കെയായിട്ട് സഹകരിച്ചും ഇവര് പദ്ധതി നടപ്പാക്കാറുണ്ട്. നിലവിൽ ആരാണ് പ്രധാനമന്ത്രി? നരേന്ദ്രമോദി. അദ്ദേഹമാണ് നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരി ആയിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകം ഏതാ? ദി എമർജിംഗ് ജെയിന്റ് എന്ന് പറയുന്ന പുസ്തകം. ചോദിക്കാം. ഇപ്പോഴത്തെ ആരാണ് ഉപാധ്യക്ഷൻ? സുമൻ ബെറി ആണ്. 2022 തൊട്ട് നിലവില്. ആദ്യത്തെ CEO സിന്ധുശ്രീ കുള്ളർ ആയിരുന്നു. നിലവിൽ ആരാണ്? BVR സുബ്രഹ്മണ്യാണ്. ഇതൊക്കെ ഓടിച്ചിട്ടൊന്ന് നോക്കാം. അതുപോലെ നിലവിലെ മുഴുവൻ സമയ അംഗങ്ങൾ VK സരസ്വത്, രമേശ് ചന്ദ്, VK പോള്, അരവിന്ദ് വീർമണി എന്നിവരാണ്. അതുപോലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങള് രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ എന്നിവയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയല്, റാവു ഇന്ദർജിത്ത് സിംഗ്, വീരേന്ദ്രകുമാർ, അശ്വിനി വൈഷ്ണവ്. ഇവരുടെയൊക്കെ പേര് നിങ്ങൾ കേട്ടിട്ടില്ലേ? എല്ലാവരും മന്ത്രിമാരൊക്കെ തന്നെയാണ്. ഇവരൊക്കെ ആയിരുന്നു പ്രത്യേക ക്ഷണിതാക്കൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ളവര്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് വളരെ നീണ്ട ഒരു ടോപ്പിക്കാണ്, നമുക്ക് വേഗത്തിൽ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് മാത്രം ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, കിട്ടിയിട്ടില്ലാത്ത പോയിന്റ്സ് ഞാൻ വേഗത്തിൽ പറഞ്ഞതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.